ഇന്ന് നമ്മളൊരു വാട്ടർമെലൺ മൊജിറ്റോ ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഒരു ഡ്രിങ്ക് കുടിക്കണം തോന്നുന്ന സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ഡ്രിങ്ക് ആണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. കുരുവൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവ് പറയാനൊന്നുമില്ല, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് 1.5-2 കപ്പൊക്കെ എടുക്കാം കേട്ടോ. എത്ര അളവ് വേണം, വെള്ളം എത്ര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാം. ശരിക്കും വാട്ടർമെലൺ വെച്ചിട്ടുണ്ടാക്കുന്ന 2 ഡ്രിങ്ക് നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാട്ടർമെലൺ കൂൾ പഞ്ച്, അതുപോലെ തന്നെ വാട്ടർമെലൺ കുലുക്കി സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം അതുപോലെ തന്നെ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ചൊരു സോഡയൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് ഈ ചൂടുകാലത്തൊക്കെ എളുപ്പത്തിൽ കുടിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഉണ്ടെങ്കിൽ വത്തക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കൂടുതൽ കിട്ടും. ഒരുപാടൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം ചെറുതായി മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് പിന്നെ നമ്മൾ ഒരുപാട് വെള്ളം കൂട്ടിയിട്ടൊന്നുമല്ല അടിച്ചെടുക്കുന്നത്, കാരണം വത്തക്കയുടെ നല്ല ഒരു ജ്യൂസ് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചേർക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് കുറച്ചൊരു ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് ആളുകൾക്ക് കൂടുതൽ സെർവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഐസ് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല ഐസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ആണ്, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ഇല പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് കറക്കി എടുക്കാം, പക്ഷെ അങ്ങനെ ആ സമയത്ത് മൊത്തത്തിലൊരു പുതിന മിൻറ്റ് ഫ്ലേവർ ആയിപ്പോൾ. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിട്ടിട്ട് കുറച്ച് സമയം ഒന്നങ്ങ് ഇളക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യുന്ന കൂടി പോവില്ല. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ മിക്സിയിൽ ഇടുന്ന സമയത്തൊന്നും വേണ്ട, ഇപ്പോൾ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പക്ഷേ ഇങ്ങനെ ആവുന്ന സമയത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്ത് കളയാം, കുടിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ എപ്പോഴും മൊജിറ്റോ ഡ്രിങ്ക് ആവുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ കൂടെ വേണം. അപ്പം ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മിറിണ്ട ചേർത്തിട്ടാണ് ലാസ്റ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ ചെയ്യുന്നില്ല, സോഡ മാത്രം ചേർത്തിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇതുപോലെ വട്ടത്തിൽ 2-3 പീസ് മുറിച്ച് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഇതുവരെയുള്ള വാട്ടർമെലൺ ഡ്രിങ്ക് ഒക്കെ ചെയ്തിട്ടുള്ളത്. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഐസ് ക്യൂബ്സ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അത് 2 ഗ്ലാസ്സിലേക്കും ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് 3/4 ഗ്ലാസ്സോളം ജ്യൂസും ബാക്കി സോഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ അടുത്ത ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ചൊരു മിറിണ്ട ചേർക്കുന്നുണ്ട് നമ്മൾ മെലൺ ജ്യൂസിൻ്റെ കൂടെ. അപ്പം ഇത് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ, നിങ്ങളിത് കുടിക്കലുണ്ട്, അതിനായിട്ട് വീട്ടിൽ വാങ്ങിച്ചത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വത്തക്ക കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. സംഭവം സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ പുതുതായിട്ട് ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല, കാരണം ഇങ്ങനത്തെ ഡ്രിങ്ക്സ് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ ബോയ്സിനൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. ഈ ഒരു വാട്ടർമെലണും ഈ ഒരു മിറിണ്ടയും കൂടെ വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു പാർട്ടി സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും. മിറിണ്ടയും വാട്ടർമെലൻ്റെ ജ്യൂസും കൂടെ വരുന്ന സമയത്ത് ഒരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും ആവശ്യത്തിന് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ജ്യൂസ് കൂടുതൽ വേണം, സോഡയൊക്കെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇതൊരു 1/2 ഗ്ലാസ് മറ്റേത് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. സോഡയ്ക്കും ഇതിനൊക്കെ പകരമായിട്ട് സ്പ്രൈറ്റ് 7up ഒക്കെ ഇതിൽ ചേർത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് കുറച്ച് സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ നാടൻ സംഭാരം ഉണ്ടാക്കുന്ന സമയത്ത് ചൂടിലൊക്കെ കുറച്ച് സോഡ ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. സോഡ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒന്നിച്ച് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം പെട്ടെന്ന് അങ്ങ് പതഞ്ഞ് പുറത്തേക്ക് പോകും. പിന്നെ ഇത് ഒഴിച്ച് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കുടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗസ്റ്റിനോ അല്ലെങ്കിൽ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലും ഈ സോഡ ഒഴിക്കുന്ന സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആ കൊടുക്കുന്ന സമയത്ത് ചെയ്യണം. ആ ഒരു തരിപ്പോട് കൂടെ കുടിക്കുമ്പോഴാണ് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു നല്ല സാധാ പോലെ തോന്നുള്ളൂ. ഇനി ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് മിറിണ്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മിക്സ് ചെയ്ത് ഉടനെ തന്നെ കുടിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക.
അപ്പോൾ മിറിണ്ടയ്ക്ക് ഓൾറെഡി നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരുപാട് പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സോഡ മാത്രം ചേർത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇപ്പോൾ സോഡയും മിറിണ്ടയൊക്കെ ചെയ്ത പോലെ തന്നെ 7 സ്പ്രൈറ്റോ ഒക്കെ നിങ്ങൾ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ മിക്സ് ചെയ്താലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിട്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 3/4 ഗ്ലാസ്സോളം നമ്മൾ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഈ ചൂടിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് എപ്പോഴും കുടിക്കാം കേട്ടോ. വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റിനാണ് അങ്ങനെ കുടിക്കാനും. അതുപോലത്തെ 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ വാട്ടർമെലൺ ഡ്രിങ്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്